മുഖാമുഖം പരിപാടിയിൽ കേരളത്തിന്റെ കടം സംബന്ധിച്ച് വാക്കുതർക്കത്തിലേർപ്പെട്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും 5 വർഷം കൂടുമ്പോൾ സംസ്ഥാനത്തിന്റെ കടം ഇരട്ടിക്കുന്നത് സ്വാഭാവികമെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞപ്പോൾ കിഫ്ബിയിലൂടെ കേരളത്തെ കടക്കണിയിലാക്കിയത് ഐസക്കാണെന്ന് ആന്റോ ആന്റണി തിരിച്ചടിച്ചു. കടത്തെ ഇങ്ങനെ കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിഷയത്തിൽ തോമസ് ഐസക് ആന്റോ ആന്റണിക്ക് മറുപടി നൽകിയത്. അദാനിക്കല്ലേ ഏറ്റവും കടം, എന്നിട്ട് അദാനി പൊളിഞ്ഞില്ലല്ലോ എന്നും ഐസക്കിന്റെ ചോദ്യം ആന്റോ ആന്റണിയോട്. ഇന്ത്യയിലെ 1-ാം നമ്പർ പടക്കാരൻ അദാനിയല്ലേ, അയാൾക്കല്ലേ ഏറ്റവും വലിയ കടമുള്ളത്, ആള് വിളിച്ചു പോയോ? സംസ്ഥാന സർക്കാരിന്റെ കടത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ തോത് ഇപ്പൊ ശരാശരി 26-28, കേന്ദ്രത്തിന്റെ 60 അല്ലേ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൻകിട പദ്ധതികൾ ആവിഷ്കരിച്ചത് കിഫ്ബി ഉണ്ടായിട്ടല്ലോ എന്ന് ആന്റോ ആന്റണിയുടെ മറുപടി. UDF സർക്കാർ ഭരിച്ചപ്പോഴാണ് ഈ നാട്ടിൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ വികസനം നടന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. എത്ര മെഡിക്കൽ കോളേജുകൾ, 274 പാലങ്ങൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ, അതുപോലെ തന്നെ കൊച്ചിൻ മെട്രോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം ഹാർബർ, കണ്ണൂർ വിമാനത്താവളം, ഇതെല്ലാം പണം മുടക്കിയത് ഉമ്മൻചാണ്ടിയാണ്. അന്നത്തേക്ക് ഈ വായ്പ എടുത്തിട്ടില്ല. നല്ലൊരു ഖജനാവ്, നിറഞ്ഞ ഖജനാവിനെയാണ് ഏൽപ്പിച്ചത്. ആ ഖജനാവ് വഴി വെച്ചിട്ടാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കി പരുവത്തിലാക്കി. BJP സർക്കാർ ഭരിച്ചപ്പോഴാണ് റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞതെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കി. ആന്റോ ആന്റണിയുടെ വാദം ബാലിശമാണെന്നും റബ്ബറിന്റെ വിലയിടിവിന്റെ പാപഭാരത്തിൽ നിന്നും കൈകഴുകി പോകാൻ കോൺഗ്രസിനാകില്ലെന്നും ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. കോൺഗ്രസ് എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം റബ്ബറിന് വില വർദ്ധിച്ചിട്ടുണ്ടെന്നായിരുന്നു ആന്റോ ആന്റണിയുടെ നിലപാട്. മുഖാമുഖത്തിനൊടുവിൽ ഇരു സ്ഥാനാർത്ഥികളും കൈകൊടുത്ത ശേഷമാണ് മടങ്ങിയത്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.